ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട നമ്മുടെ 50-50 ബിസ്ക്കറ്റ് വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്ലീസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പാൽപ്പൊടി ചേർക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നത് ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാല് യൂസ് ചെയ്യാം കേട്ടോ. നല്ല തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കാം. പാൽ വെച്ചിട്ടാണ് നിങ്ങൾ കുഴക്കുന്നതെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കാം. അപ്പോൾ അത് നന്നായി തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് മാവ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചോളൂ. അപ്പോൾ ഇതാ നമ്മൾ മാവ് നന്നായിട്ട് ഒരു 2 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് മാവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, തന്നെ കാണിച്ചിട്ട് കണ്ടോ, ഈ ഒരു രീതിയിലാണ് മാവ് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓയിലായാലും മതി കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് പരത്തിയ ശേഷം നമുക്ക് ചപ്പാത്തി കോൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നന്നായി തന്നെ പരത്തി കൊടുക്കുക. ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. തീരെ കനം കുറഞ്ഞു പോകരുത് കേട്ടോ. അപ്പം നമ്മളിതാ ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാണ്. ഞാൻ ഈ 4 സൈഡൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ 50-50 ബിസ്ക്കറ്റ് ഒരു സ്ക്വയർ ഷേപ്പിലല്ലേ ഉണ്ട്, അപ്പോൾ ആ രീതിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിലേക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ടൂത്ത് പിക്ക് ആയാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ എല്ലാ ബിസ്ക്കറ്റുമേലും ഈ ഒരു രീതിയിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാവാനായിട്ട് വെക്കണം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നന്ന കുറച്ചിടണം കേട്ടോ, തീ കൂട്ടി ഇടരുത്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മളൊരു പരന്ന ഫ്രൈ പാൻ വയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക, തീ കൂട്ടി ഇടരുത്. അപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ബിസ്ക്കറ്റ് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ 50-50 ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. 100% നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഒന്നും പറയുന്നില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.